അംബാനിയെക്കുറിച്ചും അദാനിയെക്കുറിച്ചും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കാലത്ത് സംസാരിക്കുന്നതേയില്ല എന്ന് വാറങ്കലിൽ നരേന്ദ്രമോദി പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന ചോദ്യത്തിന് കഴമ്പില്ല എന്ന് തന്നെയാണ് എൻ്റെ വാദം. എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ് തന്നെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന കണക്ക് പ്രകാരം ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മാത്രം രാഹുൽ ഗാന്ധി അദാനിയെക്കുറിച്ച് 104 തവണയും മുകേഷ് അംബാനിയെക്കുറിച്ച് 30 തവണയും പൊതുയോഗങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. 104 തവണയാണ് അദാനിയെക്കുറിച്ച്. ഉപയോഗിച്ചിരിക്കുന്ന വാക്കൊരു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബോധ്യമാവാഞ്ഞിട്ടാവും ഉപയോഗിച്ചിരിക്കുന്നത് അദാനി എന്ന് മാത്രമല്ല മൊദാനി എന്നുകൂടിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ജൂൺ 4-ാം തീയതി ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി കൊണ്ടുവരികയാണ്. മൊദാനി സ്കാം എന്ന് പേരിട്ടിരിക്കുന്ന മോദിയും അദാനിയും ചേർന്ന് നടത്തിയ പൊളിറ്റിക്കൽ ബിസിനസ്സിനെ പൂർണ്ണമായിട്ടും എക്സ്പോസ് ചെയ്യുകയായിരിക്കും എന്നതാണ് കോൺഗ്രസ് പാർട്ടി പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ 104 തവണ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് രാഹുൽ ഗാന്ധി അദാനിയെക്കുറിച്ചും 30 തവണ മുകേഷ് അംബാനിയെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് എന്ന കണക്കിൽ ആ ചോദ്യത്തിൻ്റെ നേരിട്ടുള്ള ഉത്തരമാവുന്നു. പറഞ്ഞതിൽ യാതൊരു കഴമ്പുമില്ല. ഇനി എന്തുകൊണ്ടായിരിക്കണം നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞത്? ആ പറഞ്ഞതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ക്രോണിക് ക്യാപിറ്റലിസം എന്ന വാക്ക് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുന്നത് എങ്ങനെയാണ് 2014 വരെയും പിന്നീട് അതിനുശേഷവും അൺഫോൾഡ് ചെയ്തത് എന്നതിനെക്കുറിച്ച് വിവിധ പഠനങ്ങളുണ്ട്. അതിലേറ്റവും കൗതുകകരമായ ഒരു പഠനം പറയുന്നത് ഇങ്ങനെയാണ്. നോക്കൂ, 2014 വരെ ക്രോണിക് ക്യാപിറ്റലിസത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ UPA സർക്കാരിൻ്റെ കാലത്ത് അനുഭവിച്ചതിനെ തുടർന്നാണ് മോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? 2G സ്പെക്ട്രം പോലെ, മൈനിങ് പോലെ വളരെ പ്രധാനപ്പെട്ട ചില റിസോഴ്സസ് അലോക്കേഷനുമായി ബന്ധപ്പെട്ട അഴിമതികളായിരുന്നു നരേന്ദ്രമോദി സർക്കാരിനെ UPAയുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതെങ്കിൽ ഇപ്പോൾ അതേ ക്രോണിക് ക്യാപിറ്റലിസം രണ്ടാമത്തെ തവണ നരേന്ദ്രമോദി സർക്കാരിനെ തിരിഞ്ഞിരിക്കുന്നു എന്നതാണ്. അതിനൊരു രസകരമായ നിരീക്ഷണം പറയുന്നത് ഇങ്ങനെയാണ്. അദാനിയുടെ സ്വത്ത് വർദ്ധിച്ചതിൻ്റെ കണക്ക് നോക്കൂ, 1ഉം 2ഉമല്ല, 2400% വർധനമാണ് അദാനിയുടെ മാത്രം സമ്പത്തിലുണ്ടായിരിക്കുന്നത് 2014 ശേഷം എന്നുള്ളത് ഞെട്ടിക്കുന്ന കണക്കാണ്. ലോകത്തൊരിടത്തും ഇത്രയും വലിയ രീതിയിൽ ഒരു ബില്യണേരുടെ വളർച്ചയുണ്ടായിട്ടില്ല. മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലത്തെ കണക്കെടുത്താൽ പോലും 21 ശതകോടീശ്വരന്മാരുടെ കൈകളിലുള്ളത് 70 കോടി ഇന്ത്യക്കാരുടെ സ്വത്താണ് എന്നുള്ളതാണ്. അഥവാ ഇന്ത്യയിലെ മൊത്തം സമ്പന്നരിൽ 1% ആളുകളാണ് മൊത്തം ഭൂമിയുടെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ 70% നിയന്ത്രിക്കുന്നത് എന്ന കണക്കാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ക്രോണിക് ക്യാപിറ്റലിസം എങ്ങനെയാണ് വളരുക? അതിൽ തന്നെ 21 ശതകോടീശ്വരന്മാരിൽ അദാനിയുടെ സ്വത്ത് എങ്ങനെയാണ് സ്കൈ റോക്കറ്റിംഗ് നടത്തുക? അത് ഏതെങ്കിലും തരത്തിൽ സാധാരണ രീതിയിൽ ബില്യണേഴ്സ് ഉണ്ടാവുന്നത് വലിയ ഉടച്ചുവാർക്കുന്ന രീതിയിൽ ഒരു പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുവരുന്നതോടുകൂടിയായിരിക്കും. ബിൽഗേറ്റ്സ് വന്നത് നമ്മൾ കണ്ടു, എങ്ങനെയാണ് ഗൂഗിൾ വന്നത് നമ്മൾ കണ്ടു. ഇതെല്ലാം ഒരു സാങ്കേതിക വിദ്യ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ചിട്ടുണ്ടാവണം. അങ്ങനെ ഒരു സാങ്കേതിക വിദ്യയും അദാനി കൊണ്ടുവന്നിട്ടില്ല. 2, നമ്മളെയൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ളൊരു ബിസിനസ് മോഡൽ അവതരിപ്പിച്ചിരിക്കണം. അങ്ങനൊരു ബിസിനസ് മോഡലും അദാനി അവതരിപ്പിച്ചിട്ടില്ല. പിന്നീട് എന്താണ് അദാനിയുടെ സ്വത്ത് എന്ന് പറയുന്നത്? അദാനിയുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ഇന്ത്യയുടെ സ്വത്തായിരുന്നു, പൊതുസ്വത്തായിരുന്നതിനെ ഇത്രമേൽ വിറ്റഴിച്ചാണ് അദാനിയുടെ സ്വത്ത് പെരുകുന്നത്. അതാണ് അദാനിയുടെ കാലത്തെ ഈ ക്രോണിക് ക്യാപിറ്റലിസത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ടാണ് കോൺഗ്രസ് ആ പദം ഉപയോഗിക്കുന്നത്. മൊദാനി സ്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഒരു കണക്ക് പ്രകാരം നമ്മളെ ഞെട്ടിക്കുന്ന കണക്കാണത്. 10.6 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ അടക്കം എഴുതി തള്ളിയിരിക്കുന്നത്. അതിൽ ഓർമ്മിക്കണം, 6 കോടിയിലധികം രൂപ കടമെടുത്ത ഏകദേശം 2100ഓളം വരുന്ന ബില്യൺ തുക നിർബാധം നമ്മൾ തള്ളിക്കളയുകയും എന്നാൽ ഫാമേഴ്സിൻ്റെ ലോൺ വരുന്ന കാര്യത്തിൽ ദേശീയ തലത്തിലുള്ള ലോൺ വേവിന് തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്, 16 ലക്ഷം കോടി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി കൊടുത്തില്ലേ എന്ന ചോദ്യമാണ്. വീണ്ടും പ്രിയങ്ക ഗാന്ധിയും അതേ ചോദ്യമാണ് ആവർത്തിക്കുന്നത്. അതാണ് ക്രോണിക് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു സ്വഭാവം. അത് നരേന്ദ്രമോദിയുടെ കാലത്ത് മൊദാനി സ്കാം എന്ന് കോൺഗ്രസ് തന്നെ വിളിക്കുന്ന രീതിയിലുള്ളൊരു സ്കാമായി രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഇതിലേറ്റവും ശ്രദ്ധേയമായൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ 12 ലക്ഷം കോടി ഫാമേഴ്സ് ഡെപ്റ്റ് ഈ രാജ്യത്തുണ്ട്. ഒരു ദിവസം 10 കർഷകർ ആത്മഹത്യ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഒരു ദിവസം 5760 കർഷകരാണ് ഒരു വർഷം ശരാശരി ആത്മഹത്യ ചെയ്യുന്നത് എന്നതാണ് നമ്മുടെ മുന്നിലുള്ള കണക്ക്. ഇവിടെയാണ് അദാനിയുടെ സ്വത്ത് 2400% വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും അഥവാ ഒരു ദിവസം 1600 കോടി രൂപയുടെ ലാഭം അദാനിക്ക് മാത്രമായിട്ടുണ്ടാകുന്നൊരവസ്ഥയുണ്ടാവുന്നതും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ഏജൻസി തയ്യാറാകാതിരിക്കുന്നതും ആ ഷെയർ മാർക്കറ്റിലെ കൃത്രിമത്വത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ നമ്മൾ അതിന്മേൽ അടയിരിക്കുന്നതും ആ ഘട്ടത്തിലാണ്. അതുകൊണ്ട്
തീർച്ചയായും ഈ മൊദാനി സ്കാം എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്ന സ്കാമിനെ മറച്ചുവെക്കുക, ആ പ്രചരണത്തിന് തടയിടുക എന്ന ഉദ്ദേശം കൂടി ഇന്നിപ്പോൾ വാറങ്കലിൽ പ്രസംഗിച്ചിട്ടുണ്ട്. വാറങ്കലിൻ്റെയൊക്കെ പ്രത്യേകത പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ വലിയ രീതിയിൽ വിപ്ലവങ്ങൾ നടന്നിരിക്കുന്ന മണ്ണാണ്. ഇടിമുഴക്കങ്ങൾ വന്നിരിക്കുന്ന നക്സൽബാരി അടക്കമുള്ള പ്രദേശങ്ങൾ ഒരു പ്രദേശത്തെ ഇടിമുഴക്കം സൃഷ്ടിച്ച ഒരു പ്രദേശത്തിൻ്റെ ഭൂവിഭാഗമാണ്. ഇന്നവിടെ ആ ആശയങ്ങളൊന്നും വലിയ രീതിയിൽ ക്ലച്ച് പിടിച്ചിട്ടില്ലെങ്കിൽ പോലും അവിടെ കോൺഗ്രസിന് ആഴത്തിൽ വേരോടിയിരിക്കുന്ന ഒരു മണ്ണാണ് തെലങ്കാന. അതുകൊണ്ട് കോൺഗ്രസിനെ നേരിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് വർഗീയത പറഞ്ഞ് നിങ്ങൾക്ക് തെലങ്കാനയിൽ വോട്ട് പിടിക്കാൻ കഴിയില്ല. പിന്നീട് അവിടെയുള്ള മനുഷ്യരെ നിങ്ങൾക്ക് ഇളക്കാൻ കഴിയുന്നത് വികസനം എന്ന് പറയുന്ന ആശയത്തെ, ക്രോണി ക്യാപിറ്റലിസത്തെ മറച്ചുവെച്ച് അഴിമതിയുടെ ഒരു പിൻ പോയിന്റിങ്ങിലാണ് നിർത്തിയിരിക്കുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ പ്രസ്താവനയിൽ യാതൊരു കഴമ്പുമില്ല എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആരോപണം എന്നുള്ളത് തിരഞ്ഞെടുപ്പ് സമയത്ത് പരാജയം വളർത്തിരിക്കുന്ന മോദിയുടെ തെലങ്കാനയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാനുള്ള ഒരു അമിതാവേശത്തിന് പുറത്ത് പറഞ്ഞതാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് പറഞ്ഞത് വിനയായിത്തീരുന്നു എന്നാണ് ഇനി ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഇനി വരുന്ന ദിവസങ്ങളിലെ ചർച്ച അദാനിയുടെ സാമ്പത്തിക വളർച്ചയിലേക്കും സാധാരണക്കാരൻ്റെ ദാരിദ്ര്യത്തിലേക്കും കോൺഗ്രസ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇത് CSDS സർവേയിൽ കണ്ടെത്തിയതുപോലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ അന്തിമമായി നിശ്ചയിക്കാൻ ശേഷിയുള്ള തൊഴിലില്ലായ്മയിലേക്ക്, വിലക്കയറ്റത്തിലേക്ക് ചർച്ചയെ കൊണ്ടുപോകും. അത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഒരു സെൽഫ് ഗോളാണ്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഗുജറാത്തിൽ നിന്ന് നരേന്ദ്രമോദി എത്തുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായ ഒരു സ്വകാര്യ ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ്. ആ ഫ്ലൈറ്റ് ഓൺ ആൻഡ് ഓപ്പറേറ്റഡ് ബൈ അദാനിയാണ്. അതിനപ്പുറം ഒന്നും ഒരുപക്ഷെ വിശദീകരിക്കാനുണ്ടാവില്ല. വരും ദിവസങ്ങളിൽ ഈ പ്രചരണവും ശക്തമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബാറ്റൺ കൊടുത്തിരിക്കുകയാണ് നരേന്ദ്രമോദി എന്നാണ് എൻ്റെ പക്ഷം. വരും ദിവസങ്ങളിൽ ഇതാണ് ഇനി കോൺഗ്രസ് ഏറ്റെടുക്കുന്നതെങ്കിൽ നരേന്ദ്രമോദി നന്നേ വിയർക്കും. കാരണം ഓൺ ഗ്രൗണ്ട് നമ്മുടെ മുൻപിലുള്ള കണക്കുകൾ പറയുന്നതും അത് തന്നെയാണ്. റിസർവ് ബാങ്കിൻ്റെ കണക്കുകൾ നമ്മളോട് പറയുന്നതാണ്. 10.6 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ ശതകോടീശ്വരന്മാർക്ക് വേണ്ടി നമ്മളുടെ പൊതുമേഖലാ ബാങ്കുകൾ എഴുതിത്തള്ളിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയും മതിയായിരുന്നു 5760 കർഷകരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ എന്നുള്ളതാണ്. ഇതിൻ്റെ ബെനിഫിറ്റ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നതും കൂടി നോക്കുമ്പോഴാണ് 21 ശതകോടീശ്വരന്മാരാണ് പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതിൽ യുക്തിയില്ലെന്ന് മാത്രമല്ല, അത് തിരിച്ചടിക്കുമെന്ന് കൂടിയാണ് എൻ്റെ അഭിപ്രായം. Meet the editors.